ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 2 മറ്റന്നാൾ ഈ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി ആൻസർക്കൊക്കെ നോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. അതേസമയം എല്ലാവർക്കും കുറേ സ്ട്രെസ്സും കുറേ ടെൻഷനും ഒക്കെ അനുഭവപ്പെട്ട് ഇരിക്കുകയായിരിക്കും. 2 കൊല്ലം മുന്നേ ഞാനും ഇതുപോലത്തെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നിങ്ങൾ ഇപ്പം കടന്നു പോകുന്ന ഫേസ് എന്താണ്, നിങ്ങൾ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്താണ്. അപ്പം ആരും സ്ട്രെസ്സൊന്നും അടിക്കേണ്ട. അപ്പോൾ ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് ആ കാര്യങ്ങൾ എന്നൊക്കെ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ എവിടെയാണോ അതേ പോയിന്റിലൂടെ 2 വർഷം മുമ്പ് കടന്നു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആർക്കും നീറ്റ് എന്നുള്ള സംഭവത്തിനുള്ള ആ പേടി കംപ്ലീറ്റ്ലി പോകുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ 1 വർഷം പഠിച്ചവരായാലും 2 വർഷം പഠിച്ചവരായാലും 3 വർഷം പഠിച്ചവരായാലും എല്ലാവരും ഈ ഒരു ലാസ്റ്റ് 6 മന്ത്സിലെങ്കിലും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. മനസ്സിലായില്ലേ? നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നമ്മളെ നോളജോ അല്ലാണ്ട് നമ്മളെ ബുദ്ധിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമേ അല്ല. നീറ്റ് ഇസ് കംപ്ലീറ്റ്ലി ആക്യുറസി, നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ്, അതൊക്കെയാണ് നീറ്റ് ടെസ്റ്റ് ചെയ്യണത്. അപ്പം ഇനിയിപ്പോൾ ഈ അവസാനത്തെ ഒരു ദിവസത്തിൽ നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഈ നാളത്തെ 2 to 5 എന്നുള്ള ടൈമിൽ നല്ല അലേർട്ടായിട്ട് നിൽക്കാൻ നോക്കുക. അത് ശരിക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡി ഒരു മെഷീൻ പോലെയല്ലേ. നമ്മൾ പ്രീവിയസ് ഡേ അതിനങ്ങനെ ട്രെയിൻ ചെയ്താൽ നാളത്തെ 2 to 5 നിങ്ങൾ അത്ര അലേർട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക. നിങ്ങൾ നീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് TV ഒക്കെ കാണുക, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു ദിവസം നമുക്ക് ഇനി നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. ഇപ്പോൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഒരു വെള്ളക്കാരനെ പറ്റിയിട്ട് ആലോചിക്കുകയേ ചെയ്യരുത്. അപ്പോൾ നിങ്ങളെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്താ? ഒരു വെള്ളക്കാരൻ്റെ ഫോട്ടോ അല്ലേ? അതുപോലെ തന്നെ നമ്മളെ മൈൻഡിനോട് തന്നെ ഇങ്ങനെ ചോദിക്കുക, അയ്യോ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ പഠിച്ച പോലെയാണോ ക്വസ്റ്റ്യൻസ് വരിക, എനിക്ക് ടൈമിന് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് തന്നെ മാനിഫെസ്റ്റ് ആവുള്ളൂ. മറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും, നമ്മൾ പഠിച്ചതേ വരുള്ളൂ, ആ ഒരു രീതിക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതുപോലെ നടക്കുള്ളൂ. നിങ്ങൾക്കിനി അറിയാത്ത ചോദ്യങ്ങളൊന്നും വരാൻ പോകണില്ല. അങ്ങനത്തെ ഒരു സംഭവം നടക്കാറേ ഇല്ല നീറ്റിൽ. നിങ്ങൾ പഠിച്ചതേ വരുള്ളൂ, നിങ്ങൾ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത ടോപ്പിക്സേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം നോ നെഗറ്റീവ് തോട്ട്സ്. ഓക്കെ, മൈൻഡ് നല്ലോണം ഫോക്കസ് ചെയ്യുക. എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ടാസ്കിൽ കംപ്ലീറ്റ്ലി മൈൻഡ് ഇങ്ങനെ അലേർട്ടാക്കി നിൽക്കാനൊക്കെ നോക്കുക. അതൊക്കെ പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ പടച്ചോനെ വിട്ടെടുക്കുക. എന്തായാലും റെഡി ആയിട്ട് വരും. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി എക്സാമിന് എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി മാക്സിമം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. ഇക്വേഷനുകളിലൂടെയും ഷോർട്ട് നോട്ടുകളിലൂടെയും നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. മാക്സിമം എന്ന് വെച്ചാൽ പുതിയ ക്വസ്റ്റ്യൻസോ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അതൊന്നും ഇനി നോക്കാൻ നിൽക്കണ്ട. മാക്സിമം പഴയ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. ഇനി ടെൻഷൻ അടിച്ച് കളയാനോ ഒന്നും സമയം ബാക്കിയില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ബ്രഷ് ചെയ്യുക, അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഇക്വേഷൻസും ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കാനുള്ള സമയം നമുക്കിനി ബാക്കിയുള്ളൂ. ഇനി ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പം ഉള്ള കാര്യം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ്. മാക്സിമം നേരത്തെ ഇറങ്ങാനും മാക്സിമം നേരത്തെ സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും. അപ്പോൾ മാക്സിമം നേരത്തെ എത്തുക. ഡ്രസ് കോഡ് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ സെൻറ്ററിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില സെൻറ്ററുകൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഡ്രസ് കോഡ് ഫോളോ ചെയ്യുക. പിന്നെ ഈ എക്സാം എഴുതുമ്പോഴായാലും മാക്സിമം ഫസ്റ്റ് ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, ആ രീതിയിൽ എഴുതി വരാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് എക്സാം എഴുതുന്ന പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. പുതുതായിട്ട് ഇപ്പോൾ എക്സാമിനേഷൻ്റെ അന്ന് പുതിയ പ്ലാൻ ഇട്ട് ഒരു ഓർഡറിൽ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ സാധാരണ എഴുതി വരുന്ന ഓർഡർ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. ആദ്യം ബയോളജി എഴുതുക, പിന്നെ കെമിസ്ട്രി എഴുതുക, പിന്നെ ഫിസിക്സ് എഴുതുക. മാക്സിമം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്ത് വരിക. ഒരു ക്വസ്റ്റ്യന് തന്നെ കൂടുതൽ നേരം ഇരിക്കാതെ മാക്സിമം സ്പീഡിൽ എഴുതി വരിക. പിന്നെ അറിയാത്ത ക്വസ്റ്റ്യനുകൾ പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ എഴുതി അത് ഫോളോ ചെയ്ത് വന്നാൽ മതി. പിന്നെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ട്രഡീഷണൽ വെയറോ നമ്മൾ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ എത്താൻ ശ്രമിക്കുക.
ഒരു 2 മണിക്കൂർ അതിന് മുമ്പേ നേരത്തെ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തുക. അപ്പോൾ അതിൻ്റേതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് കറക്റ്റ് നമ്മളെ സീറ്റിൽ ഇരിക്കാനുള്ള ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ, ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതിയിരിക്കുക. നമുക്ക് വെള്ളം കുടിക്കാനും നമുക്ക് കുറേ നേരം ചിലപ്പോൾ നേരത്തെ കയറി ഇരിക്കേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ എന്തായാലും ട്രാൻസ്പാരൻറ്റ് വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതിയിരിക്കുക. പിന്നെ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല പല ചിന്തകൾ നമ്മളെ മനസ്സിൽ വരും. ചിലർ ഫസ്റ്റ് ടൈം എഴുതിയതായിരിക്കാം, ചിലർ റിപ്പീറ്റ് ചെയ്ത് വന്നവരായിരിക്കാം, റിപ്പീറ്റ് ചെയ്ത് വന്നവരായിരിക്കാം, വർഷങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കിയവർ ഒക്കെ ആയിരിക്കാം. അപ്പം ഈ എക്സാം ചിലപ്പം എക്സാം ടഫായിരിക്കാം. എക്സാം നമുക്ക് ടഫായിരിക്കുമ്പോൾ എല്ലാവർക്കും അതുപോലെ ടഫായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ പാടായി, നമ്മൾ തന്നെ നമ്മളെ മനസ്സിൽ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുകയും പിന്നെ കഴിഞ്ഞ വർഷം 650 ആയിരുന്നു കട്ട് ഓഫ്, അതുപോലെ നമുക്കിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും കിട്ടില്ല എന്നുള്ള ടെൻഷൻ വരുത്തിയാൽ നമുക്ക് പിന്നെയും മാർക്ക് നമ്മളത് കുറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ ഒഴിവാക്കുക. പാടാവുമ്പോൾ എല്ലാവർക്കും പാടാവും എന്നൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ മാക്സിമം നമുക്ക് അത്ര ടൈം നമ്മൾ ഈ വർഷങ്ങൾ ചിലവഴിച്ചതെല്ലാം ഈ 3 മണിക്കൂറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ 3 മണിക്കൂറിൽ മാക്സിമം നമുക്ക് പറ്റുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടി മൈൻഡ് കൂളാക്കി എഴുതി പോവുക. എന്ത് വന്നാലും ഞാൻ പഠിച്ചതെല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് പോകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ടെൻഷൻ ഇല്ലാതാക്കുക. ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വായിച്ച് നോക്കുക, എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നീറ്റിന് ഇപ്പോൾ നമുക്കറിയാം ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. ജനറലായിട്ട് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അറിയാം നമുക്കൊരു ദിവസമേ ഉള്ളൂ മാക്സിമം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈൻഡ് എത്രത്തോളം കൂളാക്കാൻ പറ്റുമോ അത്രത്തോളം കൂളായിട്ടിരിക്കുക. അറിയാം ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞാനും ഒക്കെ ആ ഒരു ഫേസ് കഴിഞ്ഞ് വന്നതാണ്. ഈ നീറ്റിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ വരുന്ന ദിവസമാണ്. പക്ഷേ ടെൻഷൻ നമ്മളെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഡൗൺ ആക്കാതിരിക്കുക, ഭയങ്കര കൂളായിട്ടിരിക്കുക, മൈൻഡ് കാമാക്കി വയ്ക്കുക. ഇനി പുതിയ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചെയ്യാൻ പോകണ്ട. ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് സിമ്പിളായിട്ട് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് സോൾവ് ചെയ്ത് പോവുക. പിന്നെ നല്ലോണം ഉറങ്ങുക. കറക്റ്റ് ഒരു 6 to 8 hours എന്തായാലും ഉറങ്ങിയിട്ട് പോവുക. ഇനി 2 ദിവസം പുറത്തുനിന്നൊന്നും ഫുഡൊന്നും കഴിക്കാതിരിക്കുക. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് അത്ര നല്ലത്. പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഒരു ദിവസമേ ഉള്ളൂ. പഠിച്ചൊക്കെ തന്നെ വരത്തുള്ളൂ. നമുക്ക് ചിലപ്പം ഇനിയുള്ള പേടി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റുമോ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്കെല്ലാം ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരത്തുള്ളൂ. ഇനി ചെയ്യാനുള്ളത് നമ്മൾ മൈൻഡ് സ്ട്രെസ്ഡ് ആക്കാതെ ഭയങ്കര കൂളായിട്ടിരിക്കുക. എല്ലാം നല്ലോണം എഴുതാൻ പറ്റുക. അങ്ങനെ നമുക്ക് എന്തായാലും നല്ലോണം എഴുതാൻ പറ്റും. പഠിച്ചൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സ്ട്രെസ്ഡ് ആവാതിരിക്കുക, നല്ലോണം എഴുതുക. എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോഴും കൂടുതലായിട്ട് ഇനി എനിക്ക് എഴുതാൻ പറ്റുമോ, ഇനി പഠിക്കാത്തതെല്ലാം വരുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ വരിക നമ്മൾ ചെയ്യും. ആ ഒരു രീതിക്ക് മാത്രം പോവുക. കൂളായിട്ടിരിക്കുക, നല്ലോണം ഉറങ്ങുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. താങ്ക് യു.